നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഏഴരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് കാത്തിരുന്ന ഒരു വലിയൊരു ഈവൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. യു എസിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ. വളരെ കൂൾ ഡൗൺ ആയ യു എസിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ കാരണം യു എസ് മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിനും എസ്പെഷ്യലി ബിറ്റ്കോയിനെല്ലാം തന്നെ 3500 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 50 മുതൽ 100 പോയിൻറ്റ് ഇടയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇടയിൽ എന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ അവസ്ഥയാണ്. നിഫ്റ്റിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഗെയിൻ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയാണ്. പണ്ടായിരുന്നെങ്കിൽ യു എസ് മാർക്കറ്റ് ഇത്തരത്തിൽ റാലി രേഖപ്പെടുത്തുമ്പോൾ ഏഷ്യൻ സൈഡിൽ നിന്ന് ഈ ഒരു റാലിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ്. അതുപോലെ തന്നെ യു എസ് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പരിതപിക്കുന്നതും ഇന്ത്യൻ മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്, യു എസ് മാർക്കറ്റിൻ്റെ ഓരോ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചും. പക്ഷേ ഇത്തവണ വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം ഇന്നലെ യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സിലുള്ള ഇന്ത്യൻ കമ്പനികളിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ടുള്ളത് എഫ് ഐസിൻ്റെ ആക്ടിവിറ്റീസാണ്. എഫ് ഐസ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും കനത്ത സെല്ലിംഗ് ആയിരുന്നു. പക്ഷേ ഇത്തവണത്തെ ആക്ടിവിറ്റീസിനൊരു പ്രത്യേകതയുണ്ട്. എഫ് ഐസ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 2832 കോടി രൂപക്കാണ് സെല്ല് ചെയ്തത്. സ്വാഭാവികമായ രീതിയിൽ പിന്നോട്ടുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ എഫ് ഐസ് എത്രയാണോ സെല്ല് ചെയ്തത് അതിൻ്റെ ഏകദേശം ഒരു 70% ഡി ഐസ് ബൈ ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇന്നലെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. എഫ് ഐസ് സെല്ല് ചെയ്തതിൻ്റെക്കാൾ മുകളിൽ ഡി ഐസ് ബൈ ചെയ്തു. ഡി ഐസ് 3783 കോടി രൂപക്ക് ബൈ നടത്തി. എഫ് ഐസ് 2832 കോടി രൂപക്കാണ് സെല്ല് നടത്തിയത്. അപ്പോൾ എഫ് ഐസിൻ്റെ ആ ഒരു സെല്ലിങ്ങിൻ്റെ വാല്യൂവിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങത്തക്ക വണ്ണമാണ് ഡി ഐസ് ബൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഈ മോർഗൻ സ്റ്റാൻലി ഇൻഡെക്സ് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിലൂടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഏകദേശം ഒരു 2.5 ബില്യൺ US ഡോളറിൻ്റെ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാകുമെന്ന് മെക്കറി എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം പറഞ്ഞിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കാം. ഈ നിഫ്റ്റി 50യിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 50യിലുള്ള M&Mൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. മറ്റുള്ള കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ റിസൾട്ട് കാരണം മുകളിലേക്ക് പോകുന്ന ആ ഒരു സിനാരിയോ അത് മാറിയിട്ടുണ്ട്. ഇനി ന്യൂസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റും മുകളിലേക്ക് പോകുക. അപ്പോൾ 13 ദിവസത്തെ ശക്തമായ ഒരു സ്പൈക്കിന് ശേഷം ഇന്ത്യ വിക്സ് മിനിഞ്ഞാന്ന് 2% ഒരു ഫോൾ ഉണ്ടാക്കിയെങ്കിലും കൂടിയും ഇന്നലെ ഇന്ത്യ വിക്സ് വീണ്ടും ഒന്ന് റെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതും ശ്രദ്ധിക്കുക. ആദ്യം നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഡിക്സൺ ടെക് കമ്പനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 97 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 52% ഉയർന്നു. ബർജർ പെയിൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 222 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി 3 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. മാൻകൈൻഡ് ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 62%-ഓളം ഒരു ഉയർച്ച കണ്ടു. 477 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റവന്യൂ 19% ഉയർച്ച കണ്ടു. IEX കമ്പനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10% വളർച്ച കൈവരിച്ച് 96 കോടി രൂപ. ഇലക്ട്രിസിറ്റി വോളിയം 13% ഒരു വർധനവ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ IEX ആയിരുന്നു മൊണോപ്പൊളി കമ്പനി. ഇപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് കടന്നു വന്നതുകൊണ്ടാണ് IEXലെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. NCC കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്ന് 239 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 31% വളർച്ച കൈവരിച്ചു. NCC ഒക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 250 രൂപക്കാണ്. കൊറോണ സമയത്ത് NCC 30 രൂപക്ക് ട്രേഡ് ചെയ്ത കമ്പനിയാണ്. HPL ഇലക്ട്രിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്ന് 13 കോടി രൂപയിലേക്ക് കരസ്ഥമാക്കി. റവന്യൂ 17% ഉയർന്നു. NLC ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 86% ഇടിഞ്ഞ് 114 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ചുരുങ്ങിയിട്ടുണ്ട്. പ്രൈക്കോൾ കമ്പനി ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 39% ഉയർന്ന് 41 കോടി രൂപ കരസ്ഥമാക്കി.
പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 10 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. റവന്യൂ 38% ഉയർന്നിട്ടുണ്ട്. കോസ്മോ ഫസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി, കോസ്മോ ഫസ്റ്റ് ഈ നമ്മളുടെ പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ പ്ലാസ്റ്റിക് കോട്ടിങ്, ലാമിനേഷൻ, ലൈസിൻ്റെ കവറ്, അങ്ങനെ പല പ്രൊഡക്റ്റുകളുടെ കവറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കോസ്മോ ഫസ്റ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 52% ഇടിഞ്ഞ് 15 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ചുരുങ്ങി. റവന്യൂ 10% ചുരുങ്ങി. ടിറ്റാഗർ റെയിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83 കോടി രൂപ കരസ്ഥമാക്കി. 53 കോടി രൂപയിൽ നിന്ന് ആണ് ഉയർച്ച കൈവരിച്ചത്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി 81 നിന്ന് 102 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. പിറ്റി എഞ്ചിനീയറിംഗ് കമ്പനി 24 നിന്ന് 40 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ക്യുക്ക് ഹീൽ കമ്പനി ഇവർ EAT എന്ന് പറയുന്ന ഒരു ബിസിനസ് കമ്പനിയായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. യൂറോപ്പിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തത്. TVS മോട്ടോഴ്സ് ഇറ്റലിയിൽ ഇവരുടെ ഇലക്ട്രിക്കൽ ബൈക്കുകളുടെ ബിസിനസ് വിപുലപ്പെടുത്താനായിട്ട് കമ്പനി തീരുമാനം എടുത്തിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സ് കമ്പനി ഇവരുടെ ട്രക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ VE കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്. ഇനി മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ബിറ്റ്കോയിൻ കാണാം $4,655 സ്പൈക്ക് രേഖപ്പെടുത്തിയ 66,000 എത്തി നിൽക്കുകയാണ്. ഗോൾഡ് $10 ഉയർന്ന് $2,395 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ $83 പെർ ബാരൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഏറ്റവും താഴെ കാണാം US വിക്സ് 16% ഇടിഞ്ഞ്. നാസ്ഡാക്ക് റാലി, ഡോ റാലി, യൂറോപ്യൻ മാർക്കറ്റ് റാലി, മൊത്തത്തിൽ റാലി എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ രണ്ടാമത് കാണുന്നത് നമ്മൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനമാണ്. ICICI ബാങ്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 1% HDFC എന്നാൽ 0.5% ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഇൻഫോസിസും വിപ്രോയിലും അതിശക്തമായിട്ടുള്ളൊരു റാലിയൊന്നുമില്ല, ഒരു 0.5% ഒരു റാലി പേരിന് ഉണ്ടാക്കിയിട്ട് ഉണ്ടെന്ന് മാത്രം. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോകാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ സ്പോട്ട് ഉള്ളത് 22,200 എന്ന നിലയിലാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. എന്നാൽ 22,200 തന്നെ കാണാം കോളും പുട്ടും ഈക്വലായിട്ട് ആഡ് ചെയ്തത്. അതിനുശേഷം 22,300 കൂടുതൽ കോളൊക്കെ അഡീഷൻ ഉണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 22,200 22,300 ആളുകളും പറയുന്നത് എന്നെ കൊന്നിട്ട് പോടാ എന്ന് പറയും പോലെയാണ് ഇവർ നിൽക്കുന്നത്. കാരണം ഇവരെ തോൽപ്പിച്ച് വേണം നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാൻ. ഇവർ തോൽക്കുന്നത് അതിനർത്ഥം ഫർദറായിട്ട് ബൈയിങ് ആണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ 22,500 എന്ന് പറയുന്ന റേഞ്ച് ഇന്ന് ആളുകൾ കൂടുതൽ അഡീഷൻ ചെയ്തേക്കാം. മേ ബി അവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോയേക്കാം. കാരണം 22,200 നിന്ന് 300 പോയിൻ്റ് അകലെ മാത്രമാണ് നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസ് സോണായിട്ടുള്ള 22,500 ഉള്ളത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇന്ത്യ വിക്സ് 20% ആയി, അതിനർത്ഥം അത്രയും പെർസെൻറ്റേജ് വോളറ്റിലിറ്റി ഉണ്ടാകും. രണ്ട്, പണ്ട് നമ്മൾ നിഫ്റ്റിയിൽ 15,000 ട്രേഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ 18,000 ട്രേഡ് ചെയ്തപ്പോൾ അപ്പോൾ വെച്ചിരിക്കുന്ന പോയിൻ്റ് ഇപ്പോഴും വെക്കുക, അതിലൊരു ഒരു പോയിൻ്റ് ഇല്ല, മീൻസ് അതിലൊരു റെലവൻ്റ് ഇല്ല. കാരണം 15,000 ഉള്ള നിഫ്റ്റി അല്ലെങ്കിൽ 18,000 ഉള്ള നിഫ്റ്റിയുടെ 200 പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു പറയുന്നതിൻ്റെ പെർസെൻറ്റേജ് അല്ല 22,000 നിൽക്കുന്ന നിഫ്റ്റിയുടെ 200 പോയിൻ്റ്. വളരെ വളരെ കുറഞ്ഞതാണ്. അപ്പോൾ 15,000 അല്ലെങ്കിൽ നിഫ്റ്റി 16,000 17,000 ആ റേഞ്ചിൽ നിങ്ങൾ നിഫ്റ്റിയിൽ വെക്കുന്ന ഒരു നിഫ്റ്റിയുടെ ഒരു സ്ട്രാങ്ങിൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ട്രാറ്റജീസിലെല്ലാം തന്നെ ഹെഡ്ജ് ചെയ്യാനായിട്ട് വെക്കുന്ന പോയിൻറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജാണ് ഇപ്പോൾ വെക്കേണ്ടത്. അല്ലാതെ പോയിൻറ്റിനല്ല പ്രസക്തി, പെർസെൻറ്റേജിനാണ് പ്രസക്തി. 18,000 നിഫ്റ്റി ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വെക്കുന്ന പെർസെൻറ്റേജ് എത്രയായിരുന്നു, ആ ഒരു പെർസെൻറ്റേജാണ് ഇപ്പോൾ വെക്കേണ്ടത്. ആളുകളെല്ലാം തന്നെ പോയിൻ്റാണ് വെക്കുന്നത്. പണ്ട് 150 പോയിൻ്റ് വെക്കുന്നുണ്ട്, ഇപ്പോഴും 150. ഇപ്പോഴും 150 എന്ന് പറയുന്നത് നിഫ്റ്റി നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് 22,300 അപ്പോൾ 22,300ൻ്റെ 150 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ്. ഞാൻ അവസാനം പറഞ്ഞ പോയിൻ്റ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ഒന്ന് നോക്കുക.
ഞാൻ പറഞ്ഞ കാര്യം എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്ന്. അപ്പോൾ വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.